അതെ, ഇന്ന് കാന്താരി ചെമ്മീനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പറാണ്. 1/2 കിലോ വലിയ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 1 കുടം വെളുത്തുള്ളിയും 1 പിടി ചെറിയ ഉള്ളിയും 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 1 പിടി കറിവേപ്പിലയും വേണം. ഇത് കുറച്ച് പഴുത്ത കാന്താരിയാണ്, പച്ച കാന്താരി ആയാലും മതി. ഇത് 2 കഷ്ണം കുടംപുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 നുള്ളു മഞ്ഞൾ പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. 1 കപ്പ് രണ്ടാം പാലും 1 കപ്പ് കുറുകിയ ഒന്നാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഇടികല്ലിൽ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കാം. അതിനുശേഷം അതിന് മുകളിൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ചതയ്ക്കണം. ഇനി ചെറിയ ഉള്ളി ഓരോന്നായി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാം. ചതച്ചതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇടികല്ലിലേക്ക് കാന്താരി ഇട്ട് കൊടുത്ത് നന്നായി ചതച്ചെടുക്കണം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതെല്ലാം നന്നായി വഴന്നു വന്നാൽ മതി, മൂത്തു പോകരുത്. ഫ്ലെയിം മീഡിയം ടു ലോ മതി. ഈ ഒരു പാകമാണ് നല്ലത്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒത്തിരി വഴന്നു പോകേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളിൽ കുടംപുളിയുടെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഈ പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ കുടംപുളി ചേർക്കുന്നില്ല. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ചെമ്മീൻ ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാപ്പാലേ ചേർത്തുള്ളൂ. തിളയ്ക്കുമ്പോൾ ചെമ്മീനിൽ നിന്ന് വെള്ളം ചാടി വരും, അതുകൊണ്ടാണ് 1/2 കപ്പ് ചേർത്തത്. ചെമ്മീന് അധികം വേവില്ല, ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേവും. മാക്സിമം 2 മിനിറ്റ് മാത്രം അടുപ്പിൽ കിടന്നാൽ മതി. കൂടുതൽ നേരം തിളപ്പിച്ചാൽ ചെമ്മീൻ റബ്ബർ പോലെ ആയിപ്പോവും. ആവശ്യത്തിന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കാം. ഒന്നാം പാലിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ കറിയിൽ നമ്മൾ എരിവിനായിട്ട് കാന്താരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പുളി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പോരെങ്കിൽ കുറച്ച് ഉപ്പും മറ്റും ചേർത്ത് കൊടുക്കാം. കുടംപുളിയുടെ ചെറിയ പുളിയും കാന്താരിയുടെ ഫ്ലേവറും ആ എരിവും ചേരുമ്പോൾ ഈ കറി വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അതിനുശേഷം തുറന്ന് ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. Thanks for watching.